അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ സാമ്പത്തിക നയങ്ങൾ ആഗോളതലത്തിൽ വൻ ചർച്ചയാകുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മേൽ കടുത്ത നികുതി ചുമത്തിക്കൊണ്ട് ട്രംപ് പുറത്തിറക്കിയ ഉത്തരവ് അന്താരാഷ്ട്ര തലത്തിൽ പുതിയ സാമ്പത്തിക യുദ്ധത്തിന് വഴിമരുന്ന് ഇട്ടിരിക്കുകയാണ്. ഗ്രീൻലാൻഡിന്റെ ഉടമസ്ഥാവകാശം അമേരിക്കയ്ക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ നീക്കത്തിന് പിന്നിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിനെ ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ താൽപര്യത്തിന് യൂറോപ്യൻ യൂണിയനും ഡെൻമാർക്കും തടസ്സം നിൽക്കുന്നതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. ഒരു ഉടമ്പടിയിൽ എത്തുന്നതുവരെ ഈ അധിക തീരുവ നിലനിൽക്കുമെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഈ നീക്കം യൂറോപ്യൻ വിപണിയെ കടുത്ത പ്രതിസന്ധിയിലാക്കും. പുതിയ പ്രഖ്യാപനം അനുസരിച്ച് ഫെബ്രുവരി 1 മുതൽ യൂറോപ്യൻ ഇറക്കുമതിക്ക് മേൽ 10% തീരുവ വർദ്ധിപ്പിക്കും. എന്നാൽ ഇത് ഇവിടം കൊണ്ട് തീരുന്നില്ല. ജൂൺ 1 ഇത് 25% ഉയർത്താനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പദ്ധതി. ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫ്രാൻസ്, ജർമ്മനി, UK തുടങ്ങിയ രാജ്യങ്ങളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുക. ഗ്രീൻലാൻഡ് വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ട്രംപ് ആവർത്തിച്ചു. ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് സ്വന്തമാകുന്ന ഒരു ഡീൽ ഉണ്ടാകുന്നതുവരെ തീരുവകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എനിക്ക് പൂർണ്ണ അവകാശം വേണം, അതിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ല എന്ന ട്രംപിന്റെ പ്രസ്താവന യൂറോപ്യൻ നയതന്ത്രജ്ഞരെ ഞെട്ടിച്ചിട്ടുണ്ട്. റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള തീരുവകൾക്കും ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക നടപടികൾക്കും പിന്നാലെയാണ് ഗ്രീൻലാൻഡ് താരിഫും വരുന്നത്. തന്നെ തീരുവ രാജാവ് എന്ന് വിശേഷിപ്പിക്കാനും ട്രംപ് മടിച്ചിട്ടില്ല. അമേരിക്കയുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് ഇതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ നീക്കത്തിനെതിരെ യൂറോപ്പിൽ പ്രതിഷേധം പുകയുകയാണ്. ബ്രിട്ടൻ ഇതിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ഗ്രീൻലാൻഡ് വിഷയത്തെ ഇറക്കുമതി തീരുവയുമായി ബന്ധിപ്പിക്കുന്നത് തികച്ചും തെറ്റായ നീക്കമാണെന്ന് ബ്രിട്ടീഷ് അധികൃതർ കുറ്റപ്പെടുത്തി. ലോക വ്യാപാര സംഘടനയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണിതെന്ന് ഫ്രാൻസും പ്രതികരിച്ചു. ഗ്രീൻലാൻഡിന്റെ നിലവിലെ ഭരണാധികാരികളായ ഡെൻമാർക്കിലും പ്രതിഷേധം ശക്തമാണ്. സ്വന്തം പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണിതെന്ന് ഡാനിഷ് പ്രധാനമന്ത്രി പ്രതികരിച്ചു. ഗ്രീൻലാൻഡ് വിൽക്കാനുള്ളതല്ലെന്ന് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെ അവരെ കീഴ്പ്പെടുത്താനാണ് ട്രംപിന്റെ ശ്രമം. ഗ്രീൻലാൻഡിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനമാണ് അമേരിക്കയെ ആകർഷിക്കുന്നത്. ആർട്ടിക് മേഖലയിൽ റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം വർദ്ധിച്ചു വരുന്നത് തടയാൻ ഗ്രീൻലാൻഡ് അനിവാര്യമാണെന്ന് ട്രംപ് കരുതുന്നു. റഷ്യയോ ചൈനയോ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അത് തടയാൻ ഡെൻമാർക്കിന് ശേഷിയില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു. അമേരിക്കയ്ക്ക് മാത്രമേ ഗ്രീൻലാൻഡിനെ സംരക്ഷിക്കാൻ സാധിക്കൂ എന്നാണ് ട്രംപിന്റെ വാദം. സൈനികമായും സാമ്പത്തികമായും ഗ്രീൻലാൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭാഗമാകുന്നത് നാറ്റോ സഖ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ദേശീയ സുരക്ഷയ്ക്കായി ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് ആവശ്യമാണെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. നിലവിൽ അമേരിക്കൻ വിപണിയെ ആശ്രയിച്ചു കഴിയുന്ന യൂറോപ്യൻ കമ്പനികൾക്ക് ഈ താരിഫ് വലിയ തിരിച്ചടിയാകും. ഓട്ടോമൊബൈൽ, വൈൻ, ആഡംബര വസ്തുക്കൾ തുടങ്ങിയ മേഖലകളിലെ കയറ്റുമതിയിൽ വൻ ഇടിവുണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ഇത് യൂറോപ്പിലെ തൊഴിൽ വിപണിയും ബാധിച്ചേക്കാം. അമേരിക്കൻ ഉപയോക്താക്കൾക്കും ഈ നീക്കം തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നത് പണപ്പെരുപ്പത്തിന് കാരണമാകും. എന്നാൽ അമേരിക്കൻ നിർമ്മിത ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്ന വാദത്തിലാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. ഗ്രീൻലാൻഡിലെ ജനങ്ങൾക്കിടയിലും ആശങ്ക വർദ്ധിക്കുന്നുണ്ട്. തങ്ങളുടെ സ്വയംഭരണാധികാരത്തിന് മേൽ വൻ ശക്തികൾ നടത്തുന്ന ഈ പോരാട്ടം തങ്ങളെ എവിടെ എത്തിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. പ്രദേശത്തെ പ്രകൃതി വിഭവങ്ങളും മിനറൽ നിക്ഷേപങ്ങളും ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്നും ആക്ഷേപമുണ്ട്. നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട വിഷയം സാമ്പത്തിക ഭീഷണികളിലേക്ക് മാറ്റിയത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. ജർമ്മനിയും നെതർലാൻഡും ട്രംപിന്റെ നടപടിയെ അപലപിച്ചു. ആഗോള വിതരണ ശൃംഖലയെ ഇത് തകിടം മറിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ചൈന ആർട്ടിക് മേഖലയിൽ പോളാർ സിൽക്ക് റോഡ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നതിനെ അമേരിക്ക ഭീതിയോടെയാണ് കാണുന്നത്. ഗ്രീൻലാൻഡ് സ്വന്തമാക്കുന്നതിലൂടെ ഈ ഭീഷണി ഒഴിവാക്കാമെന്ന് പെന്റഗണിലെ ചില ഉദ്യോഗസ്ഥരും കരുതുന്നു. അതിനാൽ ട്രംപിന്റെ നീക്കത്തിന് പിന്നിൽ സൈനിക താൽപര്യങ്ങളുമുണ്ട്. ഇറാൻ തീരുവകൾക്കൊപ്പം ഗ്രീൻലാൻഡ് തീരുവയും പ്രാബല്യത്തിൽ വരുമ്പോൾ ലോക സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിന് തിരിച്ചടിയായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ നികുതി ഏർപ്പെടുത്തിയാൽ അത് പൂർണ്ണമായ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കും. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായാണ് ഇതിനെ കാണുന്നത്. മുൻപ് ഗ്രീൻലാൻഡ് വാങ്ങാൻ ട്രംപ് താൽപര്യം പ്രകടിപ്പിച്ചപ്പോൾ അത് തമാശയായി തള്ളിക്കളഞ്ഞവർക്ക് ഇപ്പോൾ കാര്യം ഗൗരവമാണെന്ന് മനസ്സിലായിരിക്കുകയാണ്. ഒരു ബിസിനസ് ഇടപാട് എന്ന രീതിയിലാണ് അദ്ദേഹം ഈ രാജ്യത്തെ കാണുന്നത്. നെതർലാൻഡ്സും ഫിൻലാൻഡും അടക്കമുള്ള രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ ഐക്യത്തിനായി ആഹ്വാനം ചെയ്തു. ഇത്തരം ഏകപക്ഷീയമായ തീരുമാനങ്ങളെ ചെറുക്കാൻ യൂറോപ്പ് ഒന്നിച്ചു നിൽക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഗ്രീൻലാൻഡ് വിട്ടു നൽകില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഡാനിഷ് ജനത.
ആഗോള ഷിപ്പിംഗ് റൂട്ടുകളിൽ ഗ്രീൻലാൻഡിന് വലിയ പ്രാധാന്യമുണ്ട്. മഞ്ഞുരുകുന്നതോടെ ആർട്ടിക് വഴിയുള്ള യാത്ര എളുപ്പമാകും. ഇത് നിയന്ത്രിക്കാൻ സാധിക്കുന്നവർക്ക് ഭാവിയിലെ ആഗോള വ്യാപാരത്തിൽ മിങ്ങിതാവിത്തം ലഭിക്കും. ഇതാണ് ട്രംപിനെ ഗ്രീൻലാൻഡിന് പിന്നാലെ കൂടാൻ പ്രേരിപ്പിക്കുന്നത്. ഫെബ്രുവരിയിലെ താരിഫ് വർധനവിന് മുൻപ് നയതന്ത്ര ചർച്ചകൾ നടക്കുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. എന്നാൽ ട്രംപ് തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധ്യത കുറവാണ്. ഗ്രീൻലാൻഡിനെ ചൊല്ലിയുള്ള ഈ വടംവലി എവിടെ അവസാനിക്കുമെന്ന് പ്രവചനാതീതമാണ്. ചുരുക്കത്തിൽ ഗ്രീൻലാൻഡ് എന്ന വലിയ ദ്വീപ് ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിലെ പ്രധാന തർക്ക വിഷയമായി മാറിയിരിക്കുന്നു. ട്രംപിന്റെ സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങൾ യൂറോപ്പിനെ മുട്ടുകുത്തിക്കുമോ അതോ പുതിയൊരു ആഗോള സഖ്യത്തിന് ഇത് കാരണമാകുമോ എന്ന് വരും മാസങ്ങളിൽ വ്യക്തമാകും.